പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ എ ജോഷി, സ്വാഗതം ആശംസിച്ച CT സുകുമാരൻ IAS അനുസ്മരണ സമിതിയുടെ ജനറൽ കൺവീനർ CK പ്രകാശ്, അനുസ്മരിച്ചുകൊണ്ട് സംഭാഷണം നടത്തിയ ഫാദർ ഡാർലി അടപ്പങ്ങാട്ടിൽ, അനുസ്മരണ സമിതിയുടെ ചെയർമാൻ ശ്രീ PP രാജൻ, ഏറെ ആദരണീയും ബഹുമാന്യയും കാലടി സംസ്കൃത സർവകലാശാല മലയാളം വകുപ്പിൻ്റെ അധ്യക്ഷ കൂടിയായ സജിത ടീച്ചർ, ശ്രീ കെ വേണുഗോപാൽ IRS, സദസ്സിലുള്ള എൻ്റെ ആത്മസഹോദരങ്ങളെ, സാഹോദര്യവും ആധുനിക കേരളവും എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. സാഹോദര്യം എന്ന് പറയുന്ന ആശയം പല നിലകളിൽ വെല്ലുവിളി നേരിടുകയും സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തെ ഏതാണ്ട് സമ്പൂർണാർത്ഥത്തിൽ മറന്നുകൊണ്ട് ഹിന്ദുത്വവാദികൾക്ക് കേരളീയ സമൂഹത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളും നിലീന ഭരണകൂടവും സമ്പൂർണമായി കീഴടങ്ങുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് നാം ഇന്നുള്ളത്. മുമ്പ് വലിയ പുരോഗമന പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നവർ ഇനി എന്ത് പുരോഗമനം പറയും എന്നാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നത്. ഇന്നലെ വരെ അവർ ഗെയിൽ ട്രേഡ് വെല്ലിൻ്റെ വിശുദ്ധ നരകത്തെപ്പറ്റി വലിയ പ്രബന്ധങ്ങൾ എഴുതി. ഗെയിൽ ട്രേഡ് വെല്ലിനെ വിളിച്ചു വരുത്തി അഭിമുഖ സംഭാഷണം നടത്താൻ ആലോചിക്കുക പോലും ഉണ്ടായി. വിശുദ്ധ നരകം കേരളത്തിൽ ആ നിലകളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷെ ഇന്ന് നാം എന്താണ് കാണുന്നത്? ഇന്ന് നിശേഷം ഇത്തരം ആളുകൾക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി ചുംബനാലിംഗനങ്ങൾ കൊടുക്കുന്ന നിലയിലേക്ക് കേരള സമൂഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ മനുഷ്യ സംഗമങ്ങൾ നടത്തിയവർ ഇന്ന് അയ്യപ്പ സംഗമവുമായി നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കേരള സമൂഹം വലിയ രീതിയിൽ ലജ്ജിക്കേണ്ട ഒരവസ്ഥാവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ആകുലതയോടുകൂടി നാം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ക്രമേണ അധികാര കേന്ദ്രങ്ങളും നിലീന ഭരണകൂടവും കേരളത്തെ സമ്പൂർണമായി ഹിന്ദുത്വ ശക്തികൾക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള അരങ്ങൊരുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വനിതാ മതിൽ പണിതതുപോലെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നവോത്ഥാനം നടക്കും എന്ന് ആരും പ്രത്യാശിക്കേണ്ടതില്ല. നവോത്ഥാനം എന്ന് പറയുന്ന ആശയം സാമൂഹ്യ മുന്നേറ്റമാണ്, വിമോചനാത്മകമായ സാമൂഹ്യ മുന്നേറ്റമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ മുന്നണിയിലേക്ക് കൊണ്ടുവരികയും അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ജനാധിപത്യപരമായ അവസ്ഥാവിശേഷം കേരള സമൂഹത്തിൽ നിലനിൽക്കുകയൊക്കെ ചെയ്യേണ്ടുന്ന ഒരു തുടർ പ്രക്രിയയുടെ പേരാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ നവോത്ഥാനം ഇന്ന് എവിടെയൊക്കെയോ തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നവോത്ഥാനത്തെ പറ്റിയല്ല ചർച്ച. നവോത്ഥാനവും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഒക്കെ ഇപ്പോൾ മറ്റെന്തോ വിഷയങ്ങളുടെ ചർച്ചയിലേക്ക് പോവുകയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം മുതലായ ആശയങ്ങളും നീതിയുടെ ആശയങ്ങളും ഒന്നും തന്നെ നാം ചർച്ച ചെയ്യാത്ത അവസ്ഥാവിശേഷങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഏറെ ആദരണീയനായ CT സുകുമാരൻ IASൻ്റെ അനുസ്മരണ വേള സാഹോദര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വേളയാക്കി ഇന്ന് മാറ്റിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിന്, നമ്മുടെ ജനതയ്ക്ക് ഏറ്റവും
വലിയ ഒരു സംഭാവന നൽകിയ വ്യക്തിത്വമാണ് CT സുകുമാരൻ IAS. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഈ രീതിയിൽ കേരള സമൂഹത്തെ മുന്നോട്ടെടുക്കുന്ന രീതിയിലുള്ള ആലോചനകൾക്കുള്ള വേദിയാക്കി മാറ്റുന്നതിനുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും സ്നേഹവും ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. എന്താണ് സാഹോദര്യം? എന്തിനാണ് നമ്മൾ സാഹോദര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കേണ്ടത് അയ്യപ്പ സംഗമങ്ങളാണോ സാഹോദര്യ സംഗമങ്ങളാണോ എന്നതാണ് ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട വിഷയം. സാഹോദര്യത്തെ പറ്റിയുള്ള ഒരു സംഗമങ്ങളുമില്ല, സഹോദര സംഗമങ്ങളില്ല. കേരളത്തിൽ സാഹോദര്യ സംഗമങ്ങൾ നടത്തിയ മഹാമനീഷിയുടെ പേര് സഹോദരൻ അയ്യപ്പൻ എന്നായിരുന്നു. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് സാഹോദര്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ പ്രാതസ്മരണീയനായിട്ടുള്ളത് കേരളത്തിൻ്റെ പുത്രൻ, ഇന്ത്യയുടെ പുത്രനായ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ്റെ നാമമാണ്. ഡോക്ടർ BR അംബേദ്കർ സാഹോദര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ BR അംബേദ്കർ ഇങ്ങനെ എഴുതുന്നു: I would not be surprised if some of you have grown weary listening to this tiresome tale of the sad effects which caste has produced. There is nothing new in it. I will therefore turn to the constructive side of the problem. What is your ideal society? If you do not want caste is a question what is bound to be asked of you. ജാതിയാൽ വിഭജിതമായൊരു സമൂഹം നിലനിൽക്കുമ്പോൾ അത്തരമൊരു സമൂഹത്തിൽ എന്താദർശമാണ് നമുക്ക് മാതൃകയാക്കി വെക്കാനുള്ളത് എന്നാണ് ഡോക്ടർ BR അംബേദ്കർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം പറയും, ഇഫ് യു ആസ്ക് മീ, മൈ ഐഡിയൽ വുഡ് ബി എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയൽ സൊസൈറ്റി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ആൻഡ് വൈ നോട്ട്? വാട്ട് ഒബ്ജെക്ഷൻ ക്യാൻ there be to fraternity? I cannot imagine any. സാഹോദര്യമില്ലാത്തൊരു സമൂഹത്തെ നമുക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയില്ല. An ideal society should be mobile, should be full of channels for conveying a change taking place in one part to other parts. In an ideal society, there should be many interests consciously communicated and shared. സാഹോദര്യം എന്ന് പറയുന്നത് സഹജമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ബോധപൂർവം കൺവേ ചെയ്യേണ്ട ഒരു ആശയവും വ്യവസ്ഥിതിയുമാണ്, സൃഷ്ടിച്ചെടുക്കേണ്ട ഒന്നാണ്. There should be varied and free points of contact with other modes of association. In other words, there must be social endosmosis. This is fraternity, which is only another name for democracy. ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന, സാഹോദര്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണെന്നാണ് അംബേദ്കർ പറയുന്നത്. ദിസ് ഈസ് ഫ്രറ്റേണിറ്റി വിച്ച് ഈസ് ഓൺലി അനദർ നെയിം ഫോർ ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ മറ്റൊരു പേരാണ് സാഹോദര്യം. ഡെമോക്രസി ഈസ് നോട്ട് മിയർലി എ ഫോം ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഒരു ചെറിയ രൂപം മാത്രമാണ്. ഇറ്റ് ഈസ് പ്രൈമർലി എ മോഡ് ഓഫ് അസോസിയേറ്റഡ് ലിവിങ്, ഓഫ് കൺജോയിൻഡ് കമ്മ്യൂണിക്കേറ്റഡ് എക്സ്പീരിയൻസ്. സഹജമായ ജീവിത ഭാവനയുടെ, ജീവിത അനുഭവത്തിൻ്റെ പേരാണ് സാഹോദര്യം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്പെക്ട് ആൻഡ് റെവറൻസ് ടുവേർഡ്സ് ഫെലോ മെൻ. ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യനുമായിട്ടുള്ള ബന്ധം, സഹമനുഷ്യരോടുള്ള ആദരവിൻ്റെ പേരാണ് ജനാധിപത്യം എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയും. സഹമനുഷ്യരോടുള്ള ആദരവിൻ്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ എന്തില്ല?
ഇത്തരമൊരു സാഹോദര്യമോ സഹമനുഷ്യരോടുള്ള ആദരവോ നമ്മുടെ സമൂഹത്തിലെ ഒരു ജനാധിപത്യ സ്ഥാപനത്തിനും ഇല്ല. അതുകൊണ്ടാണ് ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ ഹീനമായ പീഡനം അനുഭവിക്കേണ്ടി വന്നത്. നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ, ജനാധിപത്യ സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആശയം, സാഹോദര്യം എന്ന് പറയുന്ന ആശയം പ്രവർത്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ഈ സാഹോദര്യം എന്ന് പറയുന്ന ആശയം ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്ന ആശയവുമായിട്ടാണ് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 1948 നവംബർ 4 പ്രഭാഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇങ്ങനെ പറഞ്ഞു: The question is, can we pursue such a diffusion of constitutional morality? Constitutional morality is not a natural sentiment. ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് ഒരു സഹജഭാവമല്ല. ഇന്ത്യയിൽ അത് സഹജമായി വിടർന്നു വന്ന ഒരു പ്രതിഭാസമല്ല ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ്. നിർമ്മിച്ചെടുക്കേണ്ട ഒന്നിൻ്റെ പേരാണ് ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത്. അംബേദ്കർ പറയും, we must realize that our people have yet to learn it. നമ്മുടെ ജനത അത് പഠിച്ചെടുക്കണം. Democracy in India is only a top dusting on an Indian soil which is essentially undemocratic. ജനാധിപത്യരഹിതമായ ഇന്ത്യൻ മണ്ണിലെ ഒരു ഉപരിവസ്ത്രം മാത്രമാണ് ജനാധിപത്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ 1948 ഭരണഘടനാ അസംബ്ലിയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് സൂചിപ്പിച്ചു. പറഞ്ഞു വന്നത്, നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യം എന്ന് പറയുന്ന ആശയം സ്വാഭാവികമായൊരു വ്യവസ്ഥാക്രമം ആയിരുന്നേയില്ല, സഹജമായിരുന്നില്ല. ആ സഹജമല്ലാത്ത സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തെ ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഭരണഘടനയാണ് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അംബേദ്കർ 1954 ഇങ്ങനെ പറഞ്ഞു. ഇൻ ഹിസ് ഫിലോസഫി, ബുദ്ധൻ്റെ ഫിലോസഫിയെ പറ്റിയാണ് അംബേദ്കർ പറയുന്നത്. ലിബർട്ടി ആൻഡ് ഇക്വാളിറ്റി ഹാഡ് എ പ്ലേസ്, but he added that ultimate liberty destroyed equality and absolute equality left no room for liberty. In his philosophy, law had a place only as a safeguard against the breaches of liberty or equality, but he did not believe that law can be guarantee for breaches of liberty or equality. He gave the highest place to fraternity as the only real safeguard against the denial of liberty or equality. അതാണ് അംബേദ്കർ പറയുന്നത്. സ്വാതന്ത്ര്യവും സമത്വവും നശിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സാഹോദര്യം സംരക്ഷിക്കുക എന്നുള്ളതാണെന്നാണ് അംബേദ്കർ 1954 പറയുന്നത്. സ്വാതന്ത്ര്യവും സമത്വവും മാത്രമായിട്ട് നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യവും സമത്വവും സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ സാഹോദര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ 1954 പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞു, ഫ്രറ്റേണിറ്റി വിച്ച് വാസ് അനദർ നെയിം ഫോർ ബ്രദർഹുഡ് ഓർ ഹ്യൂമാനിറ്റി വിച്ച് വാസ് അഗൈൻ അനദർ നെയിം ഫോർ റിലിജിയൻ. മനുഷ്യത്വത്തിൻ്റെ, മാനവികതയുടെ, മതത്തിൻ്റെ മറ്റൊരു പേരാണ് സാഹോദര്യം എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചു. നാരായണ ഗുരുസ്വാമികൾ അരുവിപ്പുറത്തെഴുതി, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനത്തിൽ മാത്രമേ എന്തുണ്ടാവൂ? സ്വാതന്ത്ര്യവും സമത്വവും സ്വാഭാവികമായിട്ട് വിരിഞ്ഞു വരൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കറും നാരായണ ഗുരുസ്വാമികളും ഒരുപോലെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അംബേദ്കർ പറഞ്ഞു, വാട്ട് സസ്റ്റെയിൻസ് ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി ഈസ് ഫെലോ ഫീലിംഗ്, വാട്ട് ദ ഫ്രഞ്ച് റെവല്യൂഷൻസ് കോൾഡ് ഫ്രറ്റേണിറ്റി. The word fraternity is not an adequate expression. The proper term is what the Buddha called മൈത്രി. സാഹോദര്യത്തെ എന്ത് വിളിച്ചു അംബേദ്കർ? മൈത്രി എന്ന് വിളിച്ചു. മൈത്രി, മൈത്രി കരുണാമുദിതോപേക്ഷ മനസ്സി ഭാവയേത്. സാഹോദര്യത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്ന വാക്ക് അംബേദ്കർ കടഞ്ഞെടുത്തു ബുദ്ധിസത്തിൽ നിന്ന്.
ആ പേരാണ് മൈത്രി എന്ന് പറയുന്നത്. മൈത്രി. അംബേദ്കർ അവസാനം പറയുന്നൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. ലവ് ഈസ് നോട്ട് ഇനഫ്, വാട്ട് ഈസ് റിക്വയർഡ് ഈസ് മൈത്രി. ഇറ്റ് ഈസ് വൈഡർ ദാൻ ലവ്. സ്നേഹത്തെക്കാൾ അഗാധമാണ് മൈത്രി. ഇറ്റ് മീൻസ് ഫെലോഷിപ്പ് നോട്ട് മിയർലി വിത്ത് ഹ്യൂമൻ ബീയിങ്സ് ബട്ട് വിത്ത് ഓൾ ലിവിങ് ബീയിങ്സ്. It is not confined to human beings. It is not such a Maitri necessary. What else can give to all living beings the same happiness which one seeks for one's own self, to keep the mind impartial, open to all? എല്ലാ ജീവജാലങ്ങളിലേക്കും എല്ലാ മനുഷ്യരിലേക്കും നിങ്ങൾക്ക് മനസ്സ് തുറക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് സഹജമായ സാഹോദര്യ മനോഭാവം വേണം. ഈ സഹജമായ സാഹോദര്യ മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ് ചില പ്രത്യേക ആൾക്കാർക്ക് വേണ്ടി മാത്രം സംഗമങ്ങൾ നടത്തേണ്ടി വരുന്നത്. ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം സംഗമങ്ങൾ നടത്തുക, മറ്റു ചില ആൾക്കാരെ അവഗണിക്കുക, അവർ അവഗണിക്കപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. അംബേദ്കർ പറയും, വിത്ത് അഫെക്ഷൻ ഫോർ എവരി വൺ ആൻഡ് ഹേട്രഡ് ഫോർ നോൺ. എല്ലാ മനുഷ്യരോടുമുള്ള അത്യഗാധമായ ബന്ധത്തിൻ്റെ പേരാണ് മൈത്രി. മൈത്രിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ഹേട്രഡ് ഫോർ നോൺ. ആരെയും വെറുക്കാതിരിക്കുക, ആരെയും വെറുക്കാതിരിക്കുക. അവസാന കാലത്ത് ആഗ്രയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മൈത്രിയെപ്പറ്റി പറയുന്നുണ്ട്. അംബേദ്കർ മൈത്രിയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: മൈത്രിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല, അത് പ്രിയത്തിൻ്റെ രാഷ്ട്രീയമാണ്, എല്ലാവരിലേക്കും തുറക്കുന്ന രാഷ്ട്രീയമാണ്. ഇത് മറ്റൊരു നിലയ്ക്ക് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു, പ്രിയം ഒരു ജാതി, ഇതൻ പ്രിയം, സ്വകീയ പ്രിയം, അപരപ്രിയം. മൈത്രിയുടെ മറ്റൊരു പേരാണ് അപരപ്രിയമെന്നാണ് നാരായണ ഗുരുസ്വാമികൾ ആത്മോപദേശ ശതകത്തിൽ എഴുതിയത്. എല്ലാ മനുഷ്യരിലേക്കും തുറക്കുന്ന സാഹോദര്യമാണ് മൈത്രി എന്ന് പറയുന്നത്. ഈ മൈത്രി ഇന്ത്യയിലൊരു സഹജ സ്വഭാവമേ ആയിരുന്നില്ല. ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളോ ഭഗവത്ഗീതയോ വേദാന്തമോ ഒന്നും തന്നെ സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചിട്ടേ ഇല്ല. സമം എന്നൊരാശയം ചിലപ്പോൾ ഭഗവത്ഗീതയിൽ കണ്ടേക്കാം നമ്മൾ. പക്ഷേ ആ സമം എന്ന് പറയുന്ന ആശയത്തിന് സാഹോദര്യം എന്ന് പറയുന്ന ആശയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് സാഹോദര്യം ഉണ്ടായി വന്നത്? കേരളത്തിൽ സാഹോദര്യം ഉണ്ടായി വന്നതിന് ചില സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ നമുക്കെല്ലാവർക്കും അറിയാം. ആ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലിൽ ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ആൾ പാട്ടുപാടുകയാണ് പാടത്ത് നിന്ന്. ആ പാട്ട് കേട്ട് മരത്തൻ എന്ന് പറയുന്ന പുലയ യുവാവ്, ഒരു ബ്രാഹ്മണനും അദ്ദേഹത്തിൻ്റെ സേവനം കൂടി പാടത്തൂടെ നടന്നു വരുമ്പോൾ ഈ മരത്തൻ എന്ന് പറയുന്ന പുലയ യുവാവ് പാട്ട് പാടുന്ന കേൾക്കുകയാണ്. ഒരു പുലയൻ ഇങ്ങനെ പാട്ട് പാടുകയോ, എങ്ങനെ ഇവൻ അധികാരം കിട്ടി ഇങ്ങനെ പാട്ടുപാടാൻ എന്നാണ് ആ ബ്രാഹ്മണൻ ചോദിച്ചത്. മരത്തനെ കണ്ടെത്താൻ വേണ്ടി തൻ്റെ സേവകനെ പറഞ്ഞു വിട്ടു. മരത്തനെ ചെളിയിൽ ചവിട്ടിത്താഴ്ത്തി. പക്ഷേ സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട്, ഭാഗ്യം കൊണ്ട് ഈ മരത്തൻ എന്ന് പറയുന്ന പുലയൻ രക്ഷപ്പെടുകയാണ്. അദ്ദേഹം കോഴിക്കോട് ബാസൽ മിഷനിൽ എത്തിപ്പെടുകയാണ്. അവിടെ കോഴിക്കോട് ബാസൽ മിഷൻകാർ അദ്ദേഹത്തെ പഠിപ്പിച്ചു. അദ്ദേഹം പിൽക്കാലത്ത് ജഡ്ജിയായി മാറിയെന്നാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഈ ചരിത്ര സന്ദർഭം ഇവിടെ സൂചിപ്പിക്കാൻ കാരണം കേരളത്തിൽ എങ്ങനെയാണ് സാഹോദര്യം വന്നത്, കേരളത്തിൽ എങ്ങനെ സാഹോദര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ പ്രചരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ സാഹോദര്യം എന്ന് പറയുന്ന ആശയം ഉണ്ടായിരുന്നില്ല. 16-ാം നൂറ്റാണ്ടിലുണ്ടായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ സാഹോദര്യം ഉണ്ടോ? ഇല്ല. അതിൽ ബ്രാഹ്മണ വാഴ്ത്തലുകൾ മാത്രമേ ഉള്ളൂ, ചാതുർവർണ്ണ്യം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഏത് ഗ്രന്ഥത്തിലാണ് സാഹോദര്യം ഉണ്ടായിരുന്നത്? ഇതിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിൽ
വ്യത്യസ്ത മനുഷ്യർ ഇടകലരാൻ തുടങ്ങിയത് കൊളോണിയൽ ഭരണക്രമവും മിഷനറി പ്രവർത്തനങ്ങളും മുഹമ്മദ് മതത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ ചേർന്നിട്ടാണ് ഒരു സാഹോദര്യ സമൂഹം എന്ന് പറയുന്ന നിലയ്ക്ക് കേരളം ആ രീതിയിലൊരു സാഹോദര്യ കേരളമായി മാറി തുടങ്ങുന്നത്. കേരളത്തിൽ ഇസ്ലാം മതത്തിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെയും ഒക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സാഹോദര്യം എന്ന് പറയുന്നൊരു ആശയം കേരളത്തിൽ മെല്ലെ മെല്ലെ പ്രചരിക്കാൻ തുടങ്ങിയത്. കാരണം ബൈബിള് മലയാളത്തിലേക്ക് പ്രചരിക്കാൻ തുടങ്ങി. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വാക്യം എന്തായിരുന്നു? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. സിറിയൻ ക്രിസ്ത്യാനികൾ ദളിത് ക്രിസ്ത്യാനികളെ അങ്ങനെ സ്നേഹിച്ചോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. സ്നേഹിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. പറയുമ്പോൾ വലിയ ജനാധിപത്യ പ്രഭാഷണമൊക്കെ നടത്തും. പക്ഷേ കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ പോസ്റ്റ് വരുമ്പോൾ അത് സിറിയൻ ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് മാറ്റിവെക്കും. അതിൻ്റെ പേരാണ് ജാതി. അപ്പോൾ പറയും ഞങ്ങളെല്ലാം ബ്രാഹ്മണർ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടവരാണെന്നുള്ള അമ്മുമ്മ കഥ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഈ തെങ്ങിന് തടവെടുത്തപ്പോൾ ചീര നനഞ്ഞു എന്നത് പറഞ്ഞതുപോലെ ബൈബിള് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ ചില ആശയങ്ങൾ കൂടി സമൂഹത്തിലേക്ക് വന്നു. ആ ആശയത്തിൻ്റെ പേര് സാഹോദര്യം എന്നുള്ളതായിരുന്നു. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകം സംസ്കൃത സാഹിത്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. കാരണം കേരളത്തിലോ ഇന്ത്യയിലോ ക്ഷമിക്കണം എന്ന് പറയാൻ മാതൃകയാക്കാവുന്ന ഒരു ദൈവങ്ങളും ഉണ്ടായിരുന്നില്ല. രാമനോ കൃഷ്ണനോ സഹദേവനോ അർജുനനോ കാളിയോ കൂളിയോ ആരും ഉണ്ടായിരുന്നില്ല. ഗുരു നോക്കിയപ്പോൾ ക്ഷമിക്കണം എന്ന കാര്യത്തിന് മാതൃകയാക്കാൻ പുള്ളി നോക്കിയപ്പോൾ ഒരാളെ കണ്ടുള്ളൂ. അത് സാക്ഷാൽ ക്രിസ്തു ആയിരുന്നു. വേറെ ആരെയും അദ്ദേഹം കണ്ടില്ല. കാരണം കാണാൻ ആരും ഇവിടെ ഉണ്ടായിരുന്നുമില്ല. കാരണം എന്താ? പെരിയാർ പറഞ്ഞതുപോലെ മൊത്തം ആളുകൾ അമ്പും വില്ലും സുദർശന ചക്രം ശംഖ് പരിച വാള് ഈ ആയുധങ്ങളുമായിട്ട് ഇറങ്ങി നടക്കുക. ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും പിന്നോക്ക ജനതയെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ഈ ആയുധങ്ങളുമായിട്ട് ഇവർ നടന്നത് എന്നാണ് പെരിയാർ വി രാമസ്വാമി നായ്ക്കർ പറഞ്ഞു വെച്ചത്. ഈ ഉന്മൂലനത്തിൻ്റെ പ്രത്യയശാസ്ത്രം മനസ്സിലാക്കിയത് കൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു വെച്ചത്. രണ്ടാമത്തെ ഒരു സാഹചര്യം 1930കളിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട്. ആ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളൂർ എഴുതിയത് കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സാന്നിധ്യവും ഇസ്ലാം മതത്തിൻ്റെ സാന്നിധ്യവും ജാതി വ്യവസ്ഥയ്ക്ക് കോട്ടം വരുത്തിയെന്നാണ് ആര് പറഞ്ഞത്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടിത്തറ പാകിയതിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കും മുഹമ്മദ് മതത്തിൻ്റെ സ്വാധീനത്തിനും വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ചരിത്ര യാഥാർത്ഥ്യമെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് റോബിൻ ജെഫ്രി ദ ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി: പുലയ സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഒരു ഉപാദാനമായി ഭവിച്ചു എന്നുള്ളതാണ്. എല്ലാ ക്രിസ്ത്യൻ മിഷണറിമാരും സാഹോദര്യത്തിൻ്റെ പതാകവാഹകരായിരുന്നു എന്നുള്ള അതിവാദമൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ പ്രത്യയശാസ്ത്രപരമായി ഇത്തരമൊരു കാര്യം കൂടി കേരളത്തിൽ നടന്നു വന്നു എന്നുള്ളതാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ തെളിഞ്ഞു കിട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അഖിലേന്ത്യാ തലത്തിലേക്കൊന്ന് ഈ സന്ദർഭത്തിൽ കടന്നു പോകേണ്ടതായിട്ട് കൂടിയുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന മുഗളന്മാരും ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിം ജനവിഭാഗങ്ങളും വലിയൊരു പൈശാചിക ശക്തിയാണെന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാഹചര്യം പരിശോധിക്കുമ്പോഴാണ് ബോധ്യപ്പെടുക എങ്ങനെയായിരുന്നു മുഗൾ രാജസദസ്സ്, മുഗളന്മാർ ഇന്ത്യയിൽ പ്രവർത്തിച്ചത്. ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ സാഹോദര്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണോ യഥാർത്ഥത്തിൽ മുഗളന്മാർ പരിശ്രമിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സഹജമായ ഒരു സംവാദത്തിൻ്റെ അന്തരീക്ഷം മുഗളന്മാർ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. ജയ്പൂരിലെ ഹിന്ദു രാജാവ്, കോട്ടാൻകോട്ട് ഹിന്ദു രാജാവ്
ജഗന്നാഥ പണ്ഡിതർ എന്ന് പറയുന്ന ഒരു സംസ്കൃത സാഹിത്യകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഷാജഹാൻ്റെ സദസ്യനായിരുന്നു. അദ്ദേഹത്തെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ജയ്പൂരിലെ ഹിന്ദു രാജാവ് ജഗന്നാഥ പണ്ഡിതർക്കൊരു കത്തെഴുതി. ജഗന്നാഥ പണ്ഡിതർ അദ്ദേഹത്തിന് നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ദില്ലീശ്വരോ വാ ജഗദീശ്വരോ വാ മനോരഥാൻ പൂരയിതും സമർത്ഥഃ അന്യേന കേനാഭി നൃപേണ ദത്തം ശാകായ വാസ്യാത് ലവണായ വാസ്യാത്. ഡൽഹിയിലെ പ്രഭുവിന് അഥവാ ലോകത്തിൻ്റെ തന്നെ പ്രഭുവിന് മാത്രമാണ് എൻ്റെ ആഗ്രഹാഭിലാഷങ്ങളെല്ലാം സാർത്ഥകമാക്കി തരാനുള്ള കഴിവുള്ളത്. മറ്റെന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കഷ്ടിച്ച് എൻ്റെ നിലനിൽപ്പിന് മാത്രമേ പര്യാപ്തമാവൂ. അപ്പോൾ ഇന്നിപ്പോൾ മുഗൾ രാജവംശത്തെ ഏറ്റവും പൈശാചികമായിട്ട് അടയാളപ്പെടുത്തുമ്പോൾ ബ്രാഹ്മണനായ സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികനായ പണ്ഡിതരാജ ജഗന്നാഥൻ പറയുന്നത് എന്താണ്? മറ്റൊരു രാജാക്കന്മാർക്കും എനിക്ക് ഉപ്പും പച്ചക്കറിയും മേടിക്കാനുള്ള പൈസ മാത്രം നൽകാനേ ആവൂ. എന്നെ നന്നായി നോക്കാൻ ആർക്ക് മാത്രമേ കഴിയൂ? ഷാജഹാന് മാത്രമേ കഴിയൂ എന്നാണ് ആര് പറഞ്ഞു വെച്ചത്? പണ്ഡിതരാജ ജഗന്നാഥൻ്റെ അദ്ദേഹത്തിൻ്റെ സദസ്യാധിപതിയായിരുന്ന ഷാജഹാനെ കുറിച്ച് ജഗന്നാഥ പണ്ഡിതർ പറഞ്ഞത് ഇങ്ങനെയാണ്. അക്ബറിനെ ഒരു വലിയ പൈശാചിക രാക്ഷസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഇങ്ങനെ ചിത്രീകരിക്കുന്നതിൻ്റെ കാരണം ആർഷഭാരത സംസ്കാരത്തിലാണ് സാഹോദര്യവും സമത്വമൊക്കെ ഉണ്ടായിരുന്നതെന്നും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഇല്ലായ്മ ചെയ്ത പൈശാചിക വർഗമാണ് മുഗളന്മാരും മുസ്ലിങ്ങളും എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ചരിത്രം പരിശോധിക്കാൻ നമുക്ക് കാണാം, അക്ബറിന് കീഴിലുള്ള സർദാർമാരിൽ 22.5% പേരും ഹിന്ദുക്കളായിരുന്നു. ഇന്നത്തെ ഹിന്ദു എന്നുള്ള അർത്ഥത്തിലല്ല. കടുത്ത മതഭ്രാന്തനായി പല വലത്തുപക്ഷ ചരിത്രകാരന്മാരും അടയാളപ്പെടുത്തിയ ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ മാൻസബ്ദാർമാരിൽ 21.6% പേരും സവർണ ഹിന്ദുക്കളായിരുന്നു. പിന്നെന്താണ് സവർണരോട് ഇത്ര ശത്രുത? ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല. ഔറംഗസേബ് ഡെക്കാണിലെ സുബേദാറായി നിയമിച്ചത് ഹിന്ദു രജപുത്രനായ രാജ ജശ്വന്ത് സിംഗിനെയായിരുന്നു. ഔറംഗസേബിൻ്റെ മന്ത്രിയായ രഘുനാഥ് സിംഗ് ഒരു സവർണനായിരുന്നു. രഘുനാഥ് ദാസ് ഒരു രജപുത്രനായിരുന്നിട്ടും ഔറംഗസേബിന് വേണ്ടി അദ്ദേഹം രജപുത്രർക്കെതിരെ യുദ്ധം ചെയ്തു. റാണ പ്രതാപ് സിംഗിൻ്റെ ജനറൽ ഹക്കീം ഖാൻ സൂർ മുസ്ലിം ആയിരുന്നു. അക്ബറുടെ സൈന്യത്തെ നയിച്ചത് രജപുത്രനായിരുന്ന മാൻസിംഗ് ആയിരുന്നു. റാണ പ്രതാപിൻ്റെ പീരങ്കിപ്പടയുടെ നായകനും ഒരു മുസ്ലിം സർദാറായിരുന്നു. പറഞ്ഞു വന്നത്, ഇത്തരമൊരു കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കൊടുക്കൽ വാങ്ങലിൻ്റെ പേര് കൂടിയാണ് എന്ത്? സാഹോദര്യം എന്ന് പറയുന്നത്. ഒരു സഹജമായ സാഹോദര്യമില്ലാതെ കേവലമായ രാഷ്ട്രീയം കൊണ്ട് മാത്രം കൊടുക്കൽ വാങ്ങൽ സാധ്യമല്ല. ഇന്ന് കുച്ചിപ്പുടി അന്താരാഷ്ട്ര തലത്തിൽ വളരെ ശ്രദ്ധേയമായൊരു കലാരൂപമാണ്. കുച്ചിപ്പുടി ഗ്രാമം സ്ഥാപിച്ചത് ആരാണ്? ഇബ്രാഹിം കുത്തുബ് ഷാ ആയിരുന്നു. മൊയ്നുദ്ദീൻ ചിശ്തിയുടെ അജ്മീർ ദർഗയും ഔറംഗാബാദിലെ ഷാഫ് ഷെരീഫ് ദർഗയും ഷിർദി സായിയുടെ മന്ദിരവും ഹിന്ദുക്കൾക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് ഒരേപോലെ പുണ്യസ്ഥലമായിട്ടാണ് ഇന്നും കരുതപ്പെടുന്നത്. ഗുജറാത്തിലെ കച്ചിലെ ജാട്ടുകൾ ദുർഗാരാധകരായ മുസ്ലിങ്ങളാണ്. ഗുജറാത്തിലെ തന്നെ പിറാനയിൽ ഇമാം ഷാ ബാബ മസ്ജിദ് സംരക്ഷിക്കുന്നത് പട്ടേൽമാരാണ്. ജൈസൽമീറിലെ മങ്ങണിയാർമാർ എന്നറിയപ്പെടുന്ന പാട്ടുകാർ മീരയുടെ ഭജനകളും ബുള്ളേഷായുടെ സൂഫി കവിതകളും ഒന്നിച്ച് ആലപിക്കുന്നു. അമർനാഥ് ക്ഷേത്രം കണ്ടുപിടിച്ചത് കാശ്മീരിലെ പൽഗാവിലെ ആദം മാലിക് എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിരുന്നു. ആനുഷംഗികമായി സൂചിപ്പിക്കട്ടെ, ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഹാഭാരതത്തിൻ്റെ തിരക്കഥ എഴുതിയത് ഡോക്ടർ റഹീം മൻസൂബ് റാസ ആയിരുന്നു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അക്ബർ ഉണ്ടാക്കിയ മതത്തിൻ്റെ പേര് ദിൻ ഇലാഹി എന്നായിരുന്നു. ഇസ്ലാം, ഹിന്ദു, മറ്റു മതങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഏറ്റവും നല്ല ഗുണവിശേഷങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് അക്ബർ എന്തുണ്ടാക്കിയത്? ദിൻ ഇലാഹി എന്ന് പറയുന്ന ഒരു മതമുണ്ടാക്കിയത്. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം പോരാളിയായ സലർ മസൂദ് ഖാസി അല്ലെങ്കിൽ ഖാസി മിയാനെ ഇന്നും ഹിന്ദുക്കൾ പൂജിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, അയ്യപ്പൻ്റെ സ്നേഹിതനായി അറിയപ്പെടുന്ന വാവര് എന്ന് പറയുന്ന സങ്കല്പം.
എന്താണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അർത്ഥം? പന്തളം നാടുവാഴി വാവറുടെ കുടുംബത്തിന് കൊടുത്ത ചെപ്പേറിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആയുർവേദ ഗുരുഭൂതനായ വാവർ സ്വാമി തന്നെ, ആയുർവേദ ഗുരുഭൂതനായ വാവർ സ്വാമി തന്നെ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. സാഹോദര്യത്തിൻ്റെ ഒരു കഥയാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള കഥ. മതത്തിനും ജാതിക്കും അതീതമായ ഒരു സങ്കല്പം അയ്യപ്പനും വാവരും തമ്മിലുള്ള കഥ. പക്ഷേ ഇന്നിപ്പോൾ എന്താണ്, ഒരു പുതിയ കഥയുമായി ഹിന്ദുത്വവാദികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വാവരല്ല യഥാർത്ഥത്തിലുള്ളതെന്ന്, വാപുരൻ എന്ന് പറയുന്നൊരു ഭൂതമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പനെ സഹായിച്ചത് എന്ന് പറഞ്ഞ പുതിയ കെട്ടുകഥയുമായി ശാന്താനന്ദ സ്വാമിമാർ, പേരിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, പേരിൽ ശാന്ത, പ്രവൃത്തിയിൽ അശാന്തതയാണ്. നമ്മൾ നോക്കി ഇവരെത്രമാത്രം വിദ്വേഷം പറഞ്ഞാലും ഒരു പോലീസ് കേസും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നിങ്ങളെ ഒരു മതം കൊണ്ട് പേര് കൊണ്ടൊരു മുസ്ലിം ആണെങ്കിൽ വിദ്വേഷ പ്രഭാഷണം നടത്തിയാൽ എപ്പോൾ ജയിലിൽ പിടിച്ചിട്ടെന്ന് ചോദിച്ചാൽ അതാണ് ഇന്നത്തെ ഇന്ത്യ, ഇന്നത്തെ കേരളം. ശാന്താനന്ദ സ്വാമിക്ക് എന്ത് വിദ്വേഷ പ്രചാരണം നടത്താം? അദ്ദേഹത്തിന് സ്വതന്ത്ര വിഹാരത്തിന് അനുവദിച്ചിരിക്കുക, മറ്റാർക്കും ആ സ്വാതന്ത്ര്യം ഇല്ല കേട്ടോ. ആ സ്വാതന്ത്ര്യം ഇല്ലാത്തതിൻ്റെ ഒരു ചരിത്ര സന്ദർഭമാണ് യോഗി ആദിത്യനാഥ്, ഏറ്റവും വലിയ വംശീയ വിദ്വേഷകൻ, ബുൾഡോസർ രാജൻ്റെ പ്രയോക്താവും വക്താവും. അങ്ങനെയുള്ളൊരു ബുൾഡോസർ രാജിൻ്റെ സംസ്ഥാപകൻ്റെ കത്ത് അന്തസ്സോടുകൂടി കേരളത്തിൽ വായിക്കുക. ആത്മാഭിമാന പ്രചോദിത തരംഗിത പുളകിത ഗാത്രനായിട്ടാണ് എന്തു വായിക്കുന്നത്? ഈ വംശഹത്യയുടെ പ്രയോക്താവിൻ്റെ കത്ത് വായിക്കുന്നത്. തത്വമസി, യോഗിയും അയ്യപ്പനും ഒന്നാകുന്നു എന്ന് ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് നീയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് യോഗിയാകുന്നു എന്നായിരിക്കും ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവുക. ഈ രീതിയിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നവോത്ഥാനം? കേരള നവോത്ഥാനത്തിൻ്റെ മഹാനായ ആചാര്യൻ നാരായണ ഗുരുസ്വാമികൾ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയുമാർന്നിടിലും. കൊല്ലുന്നവന്, ഹിംസയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്ക് ശരണ്യതയില്ല എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. ചതയത്തിൻ്റെ അന്ന് സോഷ്യൽ മീഡിയയിൽ നാരായണ ഗുരുവിൻ്റെ ചിത്രം വെച്ച് വിപ്ലവാചാര്യന് പ്രണാമം, അയ്യപ്പ സംഗമത്തിന് യോഗിയുടെ കത്ത് വായിക്കൽ. അംബേദ്കറിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ ഇത് കഴിയൂ, അല്ലെങ്കിൽ നല്ല ഒരു കാപട്യക്കാരന് മാത്രമേ ഇത് കഴിയൂ എന്നുള്ളതാണ്. ഒരു കാപട്യക്കാരന് മാത്രം കഴിയുന്ന പ്രവൃത്തിയാണ് അത്. നാരായണ ഗുരുസ്വാമികളോട് ചെയ്യുന്ന ആത്മവഞ്ചന കൂടിയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയില്ല എന്നുള്ളതാണ് യാതൊരു, രണ്ടും കൂടെ ഒരുമിച്ച് പോവില്ല. അപ്പോൾ വാപുരൻ എന്ന് പറയുന്ന സങ്കല്പം വളരെ അടുത്ത കാലത്ത് ഹിന്ദുത്വവാദികൾ നിർമ്മിച്ചെടുത്ത്. അവർ പറയുന്നു ഭൂതനാഥ സർവസ്വത്തിൽ അങ്ങനെ പറയുന്നു എന്നാ. എപ്പോഴാണ് ഈ ഭൂതനാഥ സർവസ്വം ഉണ്ടായത്? ഭൂതനാഥ സർവസ്വം ഉണ്ടായത് ശബരിമല കലാപകാലത്ത് സ്ത്രീകളെ തടയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത പുസ്തകത്തിൻ്റെ പേരാണ് ഭൂതനാഥ സർവസ്വം. ഭൂതനാഥ സർവസ്വം മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. ഞാൻ മാർക്കണ്ഡേയ പുരാണം മുഴുവൻ പരിശോധിച്ചു. ഭൂതനാഥ സർവസ്വം പോയിട്ട് ഭൂ എന്ന വാക്ക് പോലും കാണാനില്ല. സംസ്കൃതത്തിലെ ഭൂ ഒക്കെ കാണും, ഭൂതനാഥ സർവസ്വം കാണണമല്ലോ, അതില്ല. എത്ര കാലം ഇങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിക്കും? ഭൂതനാഥ സർവസ്വം മാർക്കണ്ഡേയ പുരാണത്തിലുണ്ട്, ദേവി പുരാണത്തിലുണ്ട്, ഭാഗവത പുരാണത്തിലുണ്ട് എന്ന് പറയുക. നമ്മൾ ആ പുരാണം പോയി പരിശോധിക്കുമ്പോൾ അതിൻ്റെ പൊടി പോലും കാണാനില്ലാത്ത അവസ്ഥ. സംഗതി വളരെ ലളിതമാണ്. ശബരിമലയിൽ നിന്നും വാവരെന്ന് പറയുന്ന മുസ്ലിം ഐഡൻറ്റിറ്റിയെ ഉന്മൂലനം ചെയ്യണം. മറ്റൊരു ബുൾഡോസർ രാജ് എങ്ങനെയെങ്കിലും വാവരെ അവിടെ നിന്ന് പടികടച്ച് പിണ്ടം വെക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വാപുരൻ എന്ന് പറയുന്ന പുതിയ കഥയുമായി ഹിന്ദുത്വവാദികൾ രംഗത്ത്. ഒരു വാപുരനും ഇല്ല. ഏത് വാപുരൻ, ഏത് ഭൂതം? പുതിയ ഭൂതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഹിന്ദുത്വത്തിൻ്റെ ഒരു പുതിയ രീതി ഇങ്ങനെയാണ്, പുതിയ ഭൂതങ്ങളെ നിർമ്മിച്ചെടുക്കുക. എന്തിന്? സാഹോദര്യത്തെ തകർക്കുന്നതിന് വേണ്ടി, സഹജമായ സാഹോദര്യ ഭാവത്തെ തകർക്കുന്നതിന് വേണ്ടി പുതിയ കഥകൾ നിർമ്മിച്ചെടുക്കുക. അങ്ങനൊരു വാപുരനൊന്നുമില്ല.
തീർച്ചയായും പന്തളം നാടുവാഴി ആയുർവേദ ഗുരുഭൂതനായ വാവർ സ്വാമി തന്നെ എന്ന് ഏറ്റവും ബഹുമാനത്തോടുകൂടി വാവരുടെ കുടുംബത്തിനൊരു കത്ത് കൊടുക്കണമെങ്കിൽ ആ ബന്ധം വളരെ അമൂല്യവും പവിത്രവുമാണ് എന്നുള്ളതാണ് ആ ചരിത്ര രേഖകളിൽ നിന്ന് തന്നെ തെളിയുന്നത്. അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുത്വവാദികൾ കാണുന്നത് എന്നുള്ളതാണ്. ഔറംഗസേബ് ഒരു മതഭ്രാന്തനും സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന് മറ്റു രാജ്യങ്ങളെ കീഴടക്കുന്നതിനിടയിൽ ക്ഷേത്രങ്ങൾ തകർത്തയാളാണെന്നുമാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതേ ഔറംഗസേബ് ക്ഷേത്രങ്ങൾക്ക് പണം ദാനമായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ മഠവും ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ, അത് ഈ പാവപ്പെട്ട ഔറംഗസേബ് ദാനമായിട്ട് നൽകിയതാണ്. കോട്ടാൻകോട്ടിലാണ് ഞാൻ ഈ പാവപ്പെട്ട എന്ന് പറഞ്ഞത്. ഈ ഔറംഗസേബ് ദാനമായിട്ട് നൽകിയതാണ്. അത് പക്ഷേ ഈ മുസ്ലിം വിദ്വേഷകാരിയായ യോഗി ആദിത്യനാഥ് ഒരിക്കലും പറയില്ല. അഹമ്മദാബാദിലെ ജഗന്നാഥ ക്ഷേത്രത്തിനായി 200 ഗ്രാമങ്ങളാണ് ഔറംഗസേബ് ദാനമായി നൽകിയത്. മധുരയിലെയും ബനാറസിലെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഔറംഗസേബ് പണമായി ദാനമായി നൽകിയിരുന്നു. മുസ്ലിമായ സുൽത്താൻ ഇബ്രാഹിം ഖാൻ ലോധിയെ പരാജയപ്പെടുത്തിയത് മുസ്ലിമായ ബാബർ എന്ന് പറയുന്ന ഡൽഹി ചക്രവർത്തിയായിരുന്നു. പറഞ്ഞു വന്നത്, എപ്പോഴും യുദ്ധം മുഴുവൻ ഹിന്ദുക്കളോട് യുദ്ധം നടത്തി ഹിന്ദുക്കളെ മുഴുവൻ കൊന്നെടുക്കുന്ന വംശഹത്യയുടെ പ്രയോക്താക്കളായിരുന്നു ഈ മുഗൾ ഭരണകർത്താക്കൾ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഇന്ന് ശിവജിയെ ഒരു വലിയ ബ്രാഹ്മണ ഭക്തനായി ഹിന്ദുത്വവാദികൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് അവതരിപ്പിക്കുന്നത്? സഹജമായി നിലനിൽക്കുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാഹോദര്യത്തെ സമ്പൂർണ്ണമായി തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിവജി എന്ന് പറയുന്ന ബിംബത്തെ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ വക്താവായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ശിവജി ഒരു ഹിന്ദുരാഷ്ട്ര വക്താവോ ബ്രാഹ്മണ ഭക്തനോ ആയിരുന്നില്ല. ശിവജിയെ എതിർക്കുന്നതിന് വേണ്ടി അന്നൊരു ബ്രാഹ്മണർ ചില യജ്ഞങ്ങൾ തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ പെരിയാർ ചാകുന്നതിന് വേണ്ടി ബ്രാഹ്മണർ 41 ദിവസം ഭഗവതി സേവ നടത്തിയ ചരിത്രം നമുക്കറിയാം. അന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജാവ് നാട് നീങ്ങുകയാണ് ചെയ്തത്. പെരിയാർ വളരെ ഈസിയായിട്ട് ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി. പക്ഷേ ഇപ്പോഴും ബ്രാഹ്മണരുടെ ശാപത്തെയും ബ്രാഹ്മണരുടെ പൂജകളെയും പേടിച്ച് കേരളം കിടുകിടാ വിറക്കിയാണ് ഇപ്പോഴും. അതുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ കയറിയതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചെത്തി. പ്രായശ്ചിത്തം ചെയ്യുകയാണ് ഇപ്പോൾ പ്രായശ്ചിത്തം നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. ശിവജിയുടെ സ്ഥാനാരോഹണത്തെ മഹാരാഷ്ട്രയിലെ ബഹുഭൂരിപക്ഷം ബ്രാഹ്മണർ എതിർത്തു. ചാതുർവർണ്ണ വ്യവസ്ഥ അനുസരിച്ച് ഒരു ക്ഷത്രിയന് മാത്രമേ രാജാവാകാൻ കഴിയുകയുള്ളൂ എന്ന വാദമാണെന്ന് ബ്രാഹ്മണർ ഉയർത്തിയത്. അങ്ങനെയുള്ള ആളെയാണ് ഹിന്ദുരാഷ്ട്രത്തിൻ്റെ വക്താവായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. ശിവജിക്ക് അനേകം ഗുരുക്കന്മാരുണ്ടായിരുന്നു. യകൂദ് ബാബ എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതനും അക്കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു. മോസ്കുകളോ ഖുറാനെയോ സ്ത്രീകളെയോ തൻ്റെ അനുയായികൾ ഉപദ്രവിക്കരുതെന്ന് ശിവജി നിയമമുണ്ടാക്കിയിരുന്നതായി മുഗൾ ചരിത്രകാരനായ കാഫി ഖാൻ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം രേഖപ്പെടുത്തുന്നതിന് കാരണം? കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി. നാരായണ ഗുരുസ്വാമികൾ പറയുന്നുണ്ടല്ലോ, മതകലഹം പാടില്ല എന്ന്. അപ്പോൾ ഈ കലഹങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ വിത്തുപാകിയതാരാണ്? അത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ അടിത്തറയായ ജാതി വ്യവസ്ഥയാണ്. 1925 കൽക്കത്തയിൽ നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വെച്ച് ലാലാ ലജ്പത് റോയ് ഹിന്ദുക്കൾക്ക് ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി: അഹിംസയുടെ വ്യാജമായ ആശയങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അത് അവരുടെ അവകാശങ്ങളിൽ ഇടപെടാൻ മുസ്ലിങ്ങളെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഹിന്ദുക്കളെ കഷ്ടപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ലാലാ ലജ്പത് റായ് മുന്നറിയിപ്പ് നൽകിയത്. എന്നിട്ട് ആർഷഭാരത സംസ്കാരം അഹിംസയുടെ വലിയ സംഗതിയാണെന്നാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അസംഖ്യം മുസ്ലിങ്ങളെ ശിവജി തൻ്റെ നാവികസേനയിലും മറ്റും നിയമിച്ചിരുന്നു. 1659 കൊല്ലപ്പെട്ട അഫ്സൽ ഖാൻ്റെ ശവസംസ്കാരം ശിവജി സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് നടത്തുകയും ഖാൻ്റെ ശവകുടീര സംരക്ഷണത്തിനായി ഫണ്ട് അനുവദിക്കുകയും ചെയ്തത്. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത്
ഹിന്ദുക്കളുമായി ശിവജി സഹകരിച്ചിരുന്നു. അവരോട് യാതൊരു വിമുഖതയും അദ്ദേഹം പുലർത്തിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ 13 പ്രമുഖ മുസ്ലിം കമാൻഡർമാർ തന്നെ ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒരു സ്ത്രീയെയും ഉപദ്രവിക്കരുത് ശിവജി തൻ്റെ ജനറൽമാർക്കും സൈനികർക്കും കർശന നിർദ്ദേശം നൽകി. 1677 ഒരു ഉത്തരവിലൂടെ അടിമവ്യാപാരത്തിന് ശിവജി നിരോധനം ഏർപ്പെടുത്തി. കേരളത്തിലെ തിരുവിതാംകൂർ സർക്കാർ വിളംബരം ഏർപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടാണ് കേട്ടോ, അല്ലാതെ പാർവതിഭായിയുടെയും ലക്ഷ്മിഭായിയുടെയും ഒന്നും ഹൃദയത്തിൻ്റെ അഗാധ കരുണാന്തരാളങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊന്നും ആയത് ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടാണ്, വേറെ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു ചരിത്രം വളരെ വിശദമായി ഇവിടെ പറയാൻ കാരണം എന്തുകൊണ്ടാണ് മുഗളന്മാർക്കും മുസ്ലിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലിൻ്റെ ആദാന പ്രദാനങ്ങളുടെ ചരിത്രം ഉണ്ടായിരിക്കുമ്പോൾ അവരെ പൈശാചികവൽക്കരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ പൈശാചികവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ക്രിസ്ത്യൻ മിഷനറിമാരുടെയും മുഗളന്മാരുടെ ഭരണവും മുസ്ലിങ്ങളുടെ ഇടപെടലുകളും കേരള സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ അടിത്തട്ട് ജനവിഭാഗത്തെ ഉയർന്നു വരുന്നതിന് അവരുടെ ഇടയിലേക്ക് ഈ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ നിർമ്മിതി പുതിയൊരു ഉപാദാനമായി പരിണമിക്കുന്നതിന് ബ്രിട്ടീഷ് മിഷണറിമാരുടെയും ഇസ്ലാം മതത്തിൻ്റെ സാന്നിധ്യമൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട പരിവർത്തനാത്മക ശക്തിയായിട്ട് പരിണമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ ആ സന്യാസിനിമാർക്കെതിരായി കഠിനമായ ആക്രമണം ഉണ്ടായത്. വേറൊന്നും കൊണ്ടല്ല. എന്തുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത്? ആ സന്യാസിനികളെ എന്തിനാണ്, ആ സിസ്റ്റർമാരെ എന്തിനാണ് ഉപദ്രവിച്ചത്? കാരണം ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു മഹാപാപമായി മാറുന്നത്? അതിന് കാരണം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിലൂടെ ആദിവാസികൾ ആത്മാഭിമാനമുള്ള ജനതയായി പരിവർത്തിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഹിന്ദുത്വവാദികളെ ഭീകരമായ രീതിയിൽ അലോസരപ്പെടുത്തുന്നത്. ഛത്തീസ്ഗഡിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുത്വവാദികൾ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്ന ആർക്കെതിരെയാണെന്ന് അറിയാമോ? ആദിവാസികൾക്കെതിരെയാണ്. വലിയ ആദിവാസി പ്രേമമാണ്. വനവാസി കല്യാൺ യോജന എന്നൊക്കെയാണ് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു കല്യാണവും ഇല്ല. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആദിവാസികളെ എവിടെ വെച്ച് കണ്ടാലും വാളെടുത്ത് വെട്ടിക്കൊള്ളണമെന്നാണ് പരമാത്മാനന്ദ എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ തീവ്രവാദി സന്യാസി ഛത്തീസ്ഗഡിൽ നടത്തിയ പരിപാടിയിൽ പ്രഭാഷണം നടത്തിയത്. ഈ രീതിയിൽ, കാരണം സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഒരു പിൻബലത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ആദിവാസി ജനത ഉയർത്തപ്പെടുന്നൊരു യാഥാർത്ഥ്യം അവിടെ കിടപ്പുണ്ട്. അവർക്കൊരു പരിവർത്തനം ഉണ്ടാകുന്നുണ്ട്. ഈ ബ്രാഹ്മണ മതത്തിന് ആദിവാസികളോടും ദളിതരോടും സ്ത്രീകളോടും സഹജമായ സാഹോദര്യമില്ലാത്തത് കൊണ്ടാണ് എക്കാലം ഇവരെ ചവിട്ടി മെതിച്ച് ഏറ്റവും കീഴെ അമർത്തുന്നത് എന്നുള്ളത് നാം കാണാതെ പോകരുത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ സഹജമായ സാഹോദര്യ മനോഭാവം വിടർന്നു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ അത് ജാതി വ്യവസ്ഥയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ജാതി വ്യവസ്ഥയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യം ഉണ്ടാകാത്തത്? ജാതി വ്യവസ്ഥ സാഹോദര്യത്തെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, ജാതി പൊതുചേതന ഇല്ലാതാക്കിയിരിക്കുന്നു, ജാതി പൊതുപരോപകാര ധാരണയെ നശിപ്പിച്ചിട്ടുണ്ട്, ജാതി പൊതുജനാഭിപ്രായം അസാധ്യമാക്കിയിട്ടുണ്ട്, നന്മകൾ ജാതി നിയന്ത്രിതവും ധാർമ്മികത ജാതി ബന്ധിതവുമാണ് എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. അപ്പം ജാതിബന്ധിതമായൊരു സമൂഹത്തിൽ എന്ത് പ്രവർത്തിക്കത്തില്ല? സാഹോദര്യം പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ എന്തു പറഞ്ഞത്? മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കോപിന എന്ന് പറഞ്ഞത്. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ പശുവിന് പശുത്വം, തഥാ മനുഷ്യാണ മനുഷ്യത്വം ജാതി, അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് പറയാൻ കാരണം?
ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അംഗീകരിച്ചാൽ സാഹോദര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നാരായണ ഗുരു എന്ത് പറഞ്ഞത്? ന ബ്രാഹ്മണാദിരസൈവം, ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് ഗുരുസ്വാമികൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കി പറഞ്ഞു വെച്ചത്. നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് സ്കൂളുകളിലേക്ക് ദളിത മഹാജനങ്ങൾക്ക് പ്രവേശനമില്ലാതിരുന്നത്? കാരണം അവരെ സഹോദരരായി കാണുന്ന ഒരു സാമൂഹ്യ മനോഭാവം ഇന്ത്യയിൽ, കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇങ്ങനെ എഴുതി: ആചാരാധികാര്യങ്ങളിൽ സാർവജനീനമായ സമത്വം അനുഭവപ്പെടണമെന്ന് വാദിക്കുന്നവർ ആ ഒരു സംഗതിയെ ആധാരമാക്കിക്കൊണ്ട് പാഠശാലകളിൽ കുട്ടികളെ അവരുടെ വർഗീയ യോഗ്യതകളെ വകതിരിക്കാതെ നിർഭേദം ഒരുമിച്ചിരുത്തി പഠിപ്പിക്കേണ്ടതാണെന്ന് ശഠിക്കുന്നതിനെ അനുകൂലിക്കുവാൻ ഞങ്ങൾ യുക്തി കാണുന്നില്ല എന്നാണ് സ്വദേശാഭിമാനി എഴുതിയത്. അദ്ദേഹം പറഞ്ഞു, എത്രയോ തലമുറകളായി ബുദ്ധിയെ കൃഷി ചെയ്ത് വന്നിട്ടുള്ള ജാതിക്കാരെയും അതിനേക്കാളേറെ തലമുറകളായി നിലം കൃഷി ചെയ്ത് വന്നിരിക്കുന്ന ജാതിക്കാരെയും തമ്മിൽ ഒന്നായി ചേർക്കുന്നത് കുതിരയെയും പോത്തിനെയും ഒരേ നുകത്തിൽ കെട്ടുകയാകുന്നു എന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയത്. സാഹോദര്യമില്ല. സമൂഹത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ ശ്രേണീകൃത അസമത്വത്തിൻ്റെ ഹൈറാർക്കിക്കൽ യുക്തിക്കകത്താണ് ആര് കാണുന്നത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കാണുന്നത് എന്നുള്ളതാണ് ഈ വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞതുപോലെ അദ്ദേഹം പറയും, മനുഷ്യർ അടുത്തടുത്ത് ജീവിക്കുന്നത് കൊണ്ട് ഒരു സമൂഹമായി തീരുന്നില്ല. നമ്മൾ അടുത്തടുത്ത് വീട് വെച്ച് താമസിക്കുന്നുണ്ടാവാം, പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്താവില്ല? നമ്മൾ സമൂഹമാകത്തില്ല. നമ്മൾ സമൂഹമാകണമെങ്കിൽ എന്ത് വേണം? സമൂഹമാകണമെങ്കിൽ സാഹോദര്യം വേണം. അതാണ് ഗുരു പറഞ്ഞത്, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അംബേദ്കർ പറഞ്ഞു, മനുഷ്യർ അടുത്തടുത്ത് ജീവിക്കുന്നത് കൊണ്ട് ഒരു സമൂഹമായി തീരുന്നില്ല. അംബേദ്കറിനെയും ഗുരുവിനെയും ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒരു സമൂഹമായി തീരണമെങ്കിൽ എന്ത് വേണം? ഗുരുസ്വാമികൾ ദർശിച്ചതുപോലെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം സൃഷ്ടിക്കപ്പെടണം. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ജാതിമൂല്യബോധങ്ങൾ സമ്പൂർണ്ണമായി കൈയൊഴിയണം. ഇസ്ലാമോഫോബിയ സമ്പൂർണ്ണമായി കൈയൊഴിയണം. ക്രിസ്ത്യൻ ഫോബിയ സമ്പൂർണ്ണമായി കൈയൊഴിയണം. ഇങ്ങനെയുള്ള ഫോബിയകളും ജാതിമൂല്യബോധങ്ങളും സമ്പൂർണ്ണമായി കൈയൊഴിയുമ്പോൾ മാത്രമേ നമുക്ക് എന്തായിത്തീരാൻ കഴിയുകയുള്ളൂ? നമുക്ക് ഒരു സാഹോദര്യ സമൂഹമായിട്ട് മാറിത്തീരാൻ കഴിയുകയുള്ളൂ. അംബേദ്കർ പറഞ്ഞു, ജനാധിപത്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം സാമൂഹികമായ വിടവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സാമൂഹികമായ വിടവുകൾ ഉണ്ടാകുന്നത്? സാമൂഹികമായ വിടവുകൾ ഉണ്ടാകുന്നതിന് കാരണം സമൂഹത്തിൽ എന്തില്ല? സാഹോദര്യമില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് NSSൻ്റെ സ്ഥാപനത്തിൽ നായന്മാർ മാത്രം പ്രൊഫസർമാരായി പോകുന്നത്? മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണുന്നില്ല. പറയുമ്പോൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയും, പറച്ചിലി മാത്രമേ ഉള്ളൂ. എത്ര വിശ്വം ഭവത്യേകനീഢം എന്ന് പറയും, വസുദൈവ കുടുംബകം എന്ന് പറയും. പക്ഷേ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന ലിസ്റ്റ് വരുമ്പോൾ കേരളത്തിലെ നായരും നമ്പൂതിരിയും സവർണരും മാത്രമേ കാണത്തുള്ളൂ. ഇതാ പുരോഗമിച്ച് കേരളം ഇങ്ങനെ പടവലങ്ങ പോലെ വളഞ്ഞ, നമ്മൾ കല്ല് കെട്ടി താത്തില്ലെങ്കിൽ താഴോട്ട് വരുത്തില്ല, വളഞ്ഞ് മേളോട്ട് പോകും. അതാ അവസ്ഥ. പറഞ്ഞു വന്നത്, നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആർഷഭാരതത്തിൻ്റെ ഏതെങ്കിലും സംസ്കാരമോ ആർഷഭാരത വ്യവസ്ഥയോ അല്ല നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യം എന്ന് പറയുന്ന തത്വം നിവേശിപ്പിച്ചത് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടത്. 1956 നവംബർ 24 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മൈതാനത്ത് നടത്തിയ പ്രഭാഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇങ്ങനെ പറഞ്ഞു, ബ്രഹ്മം എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലായിടത്തും സമാനമായിരിക്കണം. ബ്രാഹ്മണനിലുള്ള ബ്രഹ്മം അസ്പൃശ്യനിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ ബ്രാഹ്മണൻ ശ്രേഷ്ഠനും അസ്പൃശ്യൻ നീചനുമായി കരുതപ്പെടുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്നു ബ്രഹ്മമാണ് എന്ന് പറയുന്നു, എല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം ബ്രഹ്മമാണെങ്കിൽ ബ്രാഹ്മണനെ ശ്രേഷ്ഠനും
അസ്പൃശ്യനെ ഏറ്റവും നീചനുമായി കരുതുന്നത് എന്തുകൊണ്ടാണ്? ഒരാളെ അസ്പൃശ്യനായി തന്നെ കരുതുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജാതിയെപ്പറ്റി പറയുക എന്ന് പറയുന്നത് സത്താവാദമാണെന്നും സ്വത്വവാദമാണെന്നും ഒക്കെയുള്ള നിരന്തര പ്രചാരണങ്ങളുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന പണ്ഡിത ശ്രേഷ്ഠൻ സൂരജ് യങ്ഡെ, അദ്ദേഹം ഇക്കാര്യത്തെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സൂരജ് യങ്ഡെ പറയും, വെറുപ്പും വിദ്വേഷവും പരത്തുന്ന പ്രവർത്തികളെ ഇല്ലാതാക്കുകയും പകരം സ്നേഹം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ആധുനിക സിദ്ധാന്തമാണ് ദളിത് മാനവികത. എന്താണ് ദളിത് മാനവികത? വെറുപ്പും വിദ്വേഷവും പരത്തുന്ന പ്രവർത്തികളെ ഇല്ലാതാക്കുകയും പകരം സ്നേഹം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ആധുനിക സിദ്ധാന്തമാണ് ദളിത് മാനവികത എന്നാണ് സൂരജ് യങ്ഡെ പറഞ്ഞു വെച്ചത്. അല്ലാതെ വിദ്വേഷവും വെറുപ്പും പരത്തുന്ന പരിപാടിയല്ല. യഥാർത്ഥത്തിൽ അംബേദ്കർ പറഞ്ഞതുപോലെ സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. 1956 മെയ് 20 ന്യൂഡൽഹിയിൽ നടന്ന പ്രഭാഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇങ്ങനെ പറഞ്ഞു, പാർലമെൻ്ററി സർക്കാരിൽ നിന്നും റിപ്പബ്ലിക്കിൽ നിന്നും ജനാധിപത്യം തികച്ചും വ്യത്യസ്തമാണ്. പാർലമെൻ്ററിയോ അല്ലാത്തതോ ആയ സർക്കാരിൻ്റെ രൂപത്തിലല്ല ജനാധിപത്യത്തിൻ്റെ വേരുകൾ സ്ഥിതി ചെയ്യുന്നത്. ജനാധിപത്യം എന്നാൽ സർക്കാരിൻ്റെ ഘടനയേക്കാൾ കവിഞ്ഞ ഒന്നാണ്. അത് പ്രാഥമികമായി സഹകരണാടിസ്ഥാനത്തിലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ വേരുകൾ സാമൂഹ്യ ബന്ധങ്ങളിലാണ് തേടേണ്ടത്. സമൂഹത്തിലെ ജനങ്ങളുടെ യോജിച്ചുള്ള ജീവിതത്തിലാണ് അത് തേടേണ്ടത് എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിൽ സാഹോദര്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് വിവാഹ പരസ്യങ്ങൾ. ഒരു വിവാഹ പരസ്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അത് നായർ സമുദായത്തിൻ്റെ തീരുമാനമാണ്. നായർ മാട്രിമോണി പരസ്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് നായർ സമുദായത്തിൻ്റെ തീരുമാനമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്താവന ഒരു വിവാഹ പരസ്യം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്? നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യം ഇല്ല എന്നുള്ളതാണ്. അംബേദ്കർ പറഞ്ഞു, വ്യക്തികൾ ചേർന്നതല്ല ഇന്ത്യൻ സമൂഹം, അത് എണ്ണമറ്റ ജാതികൾ ചേർന്നതാണ്. അവ ജീവിതത്തിൽ അന്യർക്ക് പ്രവേശനമില്ലാത്തതും ഒന്നും പൊതുവായി പങ്കുവെക്കാനില്ലാത്തതും സഹാനുഭൂതിയില്ലാത്തതുമാണ്. മറ്റു മനുഷ്യരോട് നമുക്കൊരു സഹാനുഭൂതിയില്ല. ക്ഷേമത്തിനായുള്ള താല്പര്യം, പൊതുലക്ഷണങ്ങളുള്ള കൂറ്, സഹകരണം, ഇതൊന്നുമില്ല എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ നിരാകരിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാത്തത്? കാരണം ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാത്തത് എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെക്കുന്നത്. 1121 ധനു 8-ാം തീയതി കൊച്ചി SNDP യോഗത്തിൻ്റെ അവകാശ പ്രഖ്യാപനം ഇങ്ങനെ നമുക്ക് വായിക്കാം: മനുഷ്യരെല്ലാം ജന്മനാ സമന്മാരാണ്. ജീവിക്കാനും വളരാനുമുള്ള അവകാശം എല്ലാ സമുദായങ്ങൾക്കുമുണ്ട്. ഇതാണ് സത്യം, സത്യം ഇതാണ് ധർമ്മം, ഇതാണ് നീതി. ഇതിനെതിരായതെല്ലാം അസത്യവും അധർമ്മവും അനീതിയുമാകുന്നു എന്ന. ഇന്ന് മലപ്പുറത്ത് പോയി ഒരു SNDPയുടെ വക്താവ് പറയുന്നത് എന്താ? 1121 ധനു 8-ാം തീയതി കൊച്ചി SNDPയുടെ അവകാശ പ്രഖ്യാപനമാണ് ഈ വായിച്ചത്. ഇന്ന് പക്ഷേ ചില SNDPയുടെ വക്താക്കൾ നാട് മുഴുക്ക നടന്ന് മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക, മുസ്ലിങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറയുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരെല്ലാം മുസ്ലിങ്ങളാ? കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ഇവിടെയൊക്കെ മുസ്ലിങ്ങളാണ് അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായിട്ടുള്ള മുഴുവൻ സവർണരാണ്. തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട SNDPക്കാർ എത്ര പേരുണ്ടെന്നെങ്കിലും ഒന്ന് അന്വേഷിച്ചാൽ ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പ് കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കാമായിരുന്നു. ഒന്ന് അന്വേഷിച്ചാൽ മതി. ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും കൊച്ചിൻ ദേവസ്വം ബോർഡിനെയും മലബാർ ദേവസ്വം ബോർഡിനെയും മറ്റൊരു നിലയ്ക്ക് ഒരു അയ്യങ്കാർ സൊസൈറ്റി പോലെ, ഒരു നമ്പൂതിരി നായർ സൊസൈറ്റിയാക്കി മാറ്റിയിരിക്കുമ്പോഴും മുസ്ലിങ്ങളാണ് കുറ്റവാളികൾ. ഈ രീതിയിലാണ് കാര്യങ്ങൾ.
ഈ അവകാശ പ്രഖ്യാപനത്തിൽ ഇങ്ങനെ വായിക്കാം: ഇന്ത്യയിൽ സമുദായങ്ങൾ തമ്മിൽ സാമൂഹ്യ സമ്പർക്കമില്ലാതെ ഉയർച്ച താഴ്ച വിശ്വാസങ്ങളോടും ശുദ്ധാശുദ്ധ വിചാരങ്ങളോടും കൂടി കഴിയുന്നു. അതിൻ്റെ ഫലമായി ഉയർന്നവരെന്ന് പറയുന്നവർക്ക് സ്വാതന്ത്ര്യവും ശക്തിയും, താണവരെന്ന് പറയുന്നവർക്ക് അസ്വാതന്ത്ര്യ ആവശ്യതയും അനുഭവമാകുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേക അവകാശങ്ങൾ അനുഭവിക്കുന്ന സ്ഥാപിത താല്പര്യക്കാരായ സമുദായക്കാർ യാഥാസ്ഥിതികരും സ്വാഭാവികമായി പുരോഗമന വിരോധികളുമായിരിക്കും. ചില്ലിട്ട് വായിക്കേണ്ട വാചകമാണ്. പ്രത്യേക അവകാശങ്ങൾ അനുഭവിക്കുന്ന സ്ഥാപിത താല്പര്യക്കാരായ സമുദായക്കാർ യാഥാസ്ഥിതികരും സ്വാഭാവികമായി പുരോഗമന വിരുദ്ധരുമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മീഡിയ വണ്ണിൽ അയ്യപ്പ സംഗമം നടന്ന അന്നത്തെ ദിവസം മീഡിയ വണ്ണിൽ ചാനൽ ചർച്ചയുണ്ടായി. പുരോഗമന കക്ഷിയുടെ പ്രതിനിധി പറഞ്ഞത്, ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടയോ, ശബരിമലയിൽ ബ്രാഹ്മണ മേൽശാന്തി വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഹിന്ദു സന്യാസിമാരാണെന്നാണ് പുരോഗമന കക്ഷിയുടെ പ്രതിനിധി ലജ്ജയില്ലാതെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞത്. അത് നമ്മൾ നവോത്ഥാനിച്ചിപ്പോൾ ഹിന്ദു സന്യാസിമാർ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പച്ചയായിട്ട് ചാനലിൽ വന്ന് പറയുന്ന നിലയിലേക്ക് കാര്യം എത്തി. വളരെ താമസിയാതെ ഞാൻ സംശയിക്കുന്നു, ഹരിദ്വാറിൽ നടന്നതുപോലെ കേരളത്തിലും ഇവർ ഹിന്ദു സന്യാസിമാരുടെ ധരം സൻസദ് നടത്തുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അതിനും മടിക്കാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൃഷ്ടിപരമായ പുരോഗമനാശയങ്ങളുടെ ആദർശങ്ങളും ഇല്ലായ്മക്കാരെ അവശ സമുദായങ്ങളുടെ ഇടയിലാണ് ഉദയം കൊള്ളുന്നത്. അതുകൊണ്ട് അവശ സമുദായങ്ങൾ അധികാരാവകാശങ്ങൾ സമ്പാദിച്ച് ശക്തരാകേണ്ടത് അവരുടെ മാത്രമല്ല, പൊതുവെ ജനങ്ങളുടെ മുഴുവൻ പുരോഗതിക്ക് ആവശ്യമാണ്. എഴുതിയതും സഹോദരൻ അയ്യപ്പൻ എഴുതിയ വാചകങ്ങളാണ് കേട്ടോ. ഇതൊക്കെ സഹോദരൻ അയ്യപ്പൻ എഴുതിയ വാചകങ്ങളാണ്. സമൂഹത്തിൻ്റെ മൊത്തം പുരോഗതിക്ക് എന്താവശ്യമാണ്? അവശ സമുദായങ്ങൾ ശാക്തീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്നാണ് അയ്യപ്പൻ പറഞ്ഞത്. രാഷ്ട്രീയ അധികാരമില്ലായ്മയാണ് അവസര സമത്വത്തിനുള്ള പ്രധാന പ്രതിബന്ധം. രാഷ്ട്രീയ അധികാരമുള്ള ജനങ്ങൾ ഭരിക്കുന്നവരും അതില്ലാത്തവർ ഭരിക്കപ്പെടുന്നവരുമായിരിക്കും എന്ന് അയ്യപ്പൻ പറഞ്ഞു വെച്ചു. അയ്യപ്പൻ്റെ സമുദായ ഗാനം എന്ന് പറഞ്ഞ ഗാനമുണ്ട്. ആ ഗാനത്തിൽ അയ്യപ്പൻ പാടും: ഭരണശക്തി കയ്യിലുള്ള ജനതകൾക്കു കീഴമർന്നപരരൊക്കെ അവശരായി നിന്നിടുന്നു ദീനരായി. ഭരണശക്തി തന്നിലുള്ള പങ്ക് നമ്മൾ നേടണം, അതിന് നമ്മൾ ഒത്തുചേർന്ന് പൊരുതിടേണം. സഹചരേ, സഹചരേ, സഹോദരരെ എന്ന വാക്കാണ് അയ്യപ്പൻ ഉപയോഗിക്കുന്നത്. എന്തിനാണ് നമ്മൾ സാഹോദര്യം ഉയർത്തിപ്പിടിക്കേണ്ടത്? നമുക്കിടയിൽ എന്തിനാണ് സാഹോദര്യം വേണ്ടത്? അധികാരം നേടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അയ്യപ്പൻ പറഞ്ഞു വെച്ചത്. 1929 ഈഴവ മഹാസംഗമത്തിൽ ശിവപ്രസാദ സ്വാമികൾ ഇങ്ങനെ പ്രഭാഷണം നടത്തി. നാരായണ ഗുരുസ്വാമികളും ഗാന്ധിയും തമ്മിൽ നടന്ന സംവാദത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു സന്യാസി ഡൽഹിയിൽ പോയി പറഞ്ഞത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിയെപ്പോലെയാണെന്ന്. പക്ഷേ 1929 മറ്റൊരു സന്യാസി പറഞ്ഞു, മനുഷ്യത്വത്തെ നിങ്ങളുടെ ഇപ്പോഴത്തെ അപകൃഷ്ടസ്ഥിതി നിങ്ങൾക്കുണ്ടായത് നിങ്ങളുടെ സ്വധർമ്മം വിട്ട് ബ്രാഹ്മണധർമ്മം സ്വീകരിച്ചത് കൊണ്ടുണ്ടായതാകുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ മതമാകുന്നു നിങ്ങളെ അടിമകളാക്കിയിട്ടുള്ളത് എന്ന് ശിവപ്രസാദ സ്വാമികൾ യാതൊരു മടിയും കൂടാതെ പറഞ്ഞു വെച്ചു. പക്ഷേ ഇന്ന് അങ്ങനെ പറയാൻ ആർക്കും ധൈര്യമില്ലാതെയായിരിക്കുന്നു എന്നുള്ളതാണ്. 1928 ഗുരു പറഞ്ഞു, ജാതിയില്ലാത്ത ഒരു സഭ സ്ഥാപിക്കണം. തലശ്ശേരി, കോഴിക്കോട്, ചെറായി മുതലായ തീയക്ഷേത്രങ്ങളിൽ പുലയർ മുതലായവരെ പ്രവേശിപ്പിക്കുന്നതിന് ക്ഷേത്രഭാരവാഹികൾ വൈമുഖ്യം കാട്ടിയ അവസരത്തിൽ ഗുരു പറഞ്ഞു, നാം പ്രതിഷ്ഠിക്കുന്ന ദേവൻ തീണ്ടലുള്ള ദേവനല്ല. അവിടെ ആരാധിക്കാൻ വരുന്നവരെ അകറ്റി നിർത്തരുത്. ജാതിയെ നിലനിർത്താനുള്ള സ്ഥാപനങ്ങളല്ല, തകർക്കാനുള്ള സ്ഥാപനങ്ങളാണ് തീയർക്ക് വേണ്ടത് എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ജാതിയെ തകർക്കാനുള്ള സ്ഥാപനങ്ങൾ എന്നതുകൊണ്ട് ഗുരു അർത്ഥമാക്കുന്നത്
സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം സൃഷ്ടിക്കണം, സാഹോദര്യത്തിനായി പ്രയത്നിക്കണം എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത്. ഗുരു സഹോദരൻ നൽകിയ സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞു: മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്നാണ് സാക്ഷാൽ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സമഗ്രമായി പരിശോധിക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെന്ന് പറയുന്നത് നാരായണ ഗുരുസ്വാമികളുടെയും ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെയും ചിന്തകൾ, സഹോദരനയ്യപ്പൻ്റെയും ചിന്തകൾ ഒരു നൂലിൽ നമ്മളിങ്ങനെ കോർത്ത് വായിക്കുമ്പോൾ ആത്യന്തികമായി നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ സാഹോദര്യം അതിൻ്റെ അടിസ്ഥാനപരമായൊരു ഘടകമായിരിക്കണം. സാഹോദര്യമില്ലാത്ത സമൂഹത്തിൽ ജനാധിപത്യം സൃഷ്ടിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. 1952 ഡിസംബർ 22 പൂന ജില്ലാ നിയമ ലൈബ്രറിയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇങ്ങനെ പറഞ്ഞു: രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെ ജനങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സർക്കാർ രൂപമാണ് ജനാധിപത്യം. ജനങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ജീവിതത്തിൽ അടിസ്ഥാനപരമായി മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കാൻ ജനാധിപത്യം സഹായിക്കണം. ജനങ്ങൾ അത്തരം മാറ്റങ്ങൾ രക്തം ചിന്താതെ സ്വീകരിക്കണം. എങ്കിൽ ഞാൻ അതിനെ ജനാധിപത്യമെന്ന് പറയും എന്ന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. 1955 ഏപ്രിൽ 3 ബോംബെയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഇങ്ങനെ പ്രസ്താവിച്ചു: ജനാധിപത്യത്തിന് പ്രധാനമായി 2 ശത്രുക്കളുണ്ട്. ഒന്ന് സ്വേച്ഛാധിപത്യം, 2 മനുഷ്യനും തമ്മിൽ ഭേദം അംഗീകരിക്കുന്ന നീതിയും സംസ്കാരവും. മനുഷ്യനും തമ്മിൽ വ്യത്യാസം കാണിക്കുന്ന നീതിയും സാമൂഹ്യ സാമ്പത്തിക അസമത്വത്തെ പുരസ്കരിക്കുന്ന സംസ്കാരവും, ഇവ രണ്ടും ജനാധിപത്യത്തിന് വലിയ അപായമാണ് എന്നാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറഞ്ഞു വെച്ചത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? മനുഷ്യനും തമ്മിൽ ഭേദമുള്ള പ്രത്യയശാസ്ത്ര വഴികൾ സമ്പൂർണ്ണമായി അടച്ചാൽ മാത്രമേ വിമോചനത്തിൻ്റെ മറ്റൊരു വഴി നമുക്ക് തുറക്കുവാൻ കഴിയുകയുള്ളൂ. ബുദ്ധമാർഗം എന്ന് പറയുന്ന കവിതയിൽ സഹോദരനയ്യപ്പൻ എഴുതി: എനിക്കെല്ലാറ്റിലും മൈത്രി, എനിക്കെല്ലാവരും സമം, എനിക്കെങ്ങും സ്വതന്ത്രത്വം, ബുദ്ധമാർഗാനുസാരി ഞാൻ. എനിക്കെല്ലാറ്റിലും മൈത്രി, എനിക്കെല്ലാവരും സമം, എനിക്കെങ്ങും സ്വതന്ത്രത്വം, ബുദ്ധമാർഗാനുസാരി ഞാൻ. അംബേദ്കർ ഉപയോഗിച്ച അതേ വാക്ക് മൈത്രി എന്ന വാക്ക് നമ്മൾ എവിടെ കാണും? സഹോദരനയ്യപ്പനിൽ കാണും. ഗുരു പറഞ്ഞു: ഒരു ജാതിയിൽ നിന്നല്ലോ പുറന്നീടുന്ന സന്തതി നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാണ്. എന്താണ് ഈ ഒരു ജാതി? മനുഷ്യജാതി. അതുകൊണ്ട് മനുഷ്യർക്കിടയിൽ ഭേദവിചാരങ്ങളില്ല എന്നും മനുഷ്യരെല്ലാം ആത്മസഹോദരരാണെന്നും ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചു. എല്ലാവരും ആത്മസഹോദരരെന്നല്ലോ പറയേണ്ടത് ഓർക്കുകിൽ നാം എന്ന് ഗുരുസ്വാമികൾ എഴുതി. അതിനുവേണ്ടി ഗുരു പറഞ്ഞു, ഗുരു ഈ സാഹോദര്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ദാർശനികമായി പുതിയൊരു വഴി തുറന്നു വെച്ചു. അത് അറിവിനെ സംബന്ധിച്ചൊരു വഴിയാണ്. ഗുരു പറഞ്ഞു, അറിവിതിലൊന്നായതുകൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. അറിവിതിലൊന്നായതുകൊണ്ട് അറിവല്ലാതെങ്ങുമില്ല വേറൊന്നും. ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി ശ്രേണീകൃത അസമത്വ സിസ്റ്റം മനുഷ്യരെ ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും 4 തരംതിരിക്കുമ്പോൾ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു, എല്ലാം അറിവ്, എല്ലാവരും അറിവാണെന്ന് പറഞ്ഞു. എല്ലാവരും അറിവായത് കാരണം ഈ അറിവിനെന്തില്ല? പരസ്പരം ഭേദവിചാരങ്ങളില്ല എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത്. ഡോക്ടർ മീരാനന്ദ അവരുടെ പ്രോഫിറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി: വൈദികാദ്വൈതവും സമഗ്രസത്താവാദവും നൂറ്റാണ്ടുകളായി താങ്ങി നിർത്തുന്ന ജാതി വ്യവസ്ഥ മാത്രം എടുത്താൽ മതി. ബ്രാഹ്മണിക യാഥാസ്ഥിതികത്വത്തിൻ്റെ തത്വവിജ്ഞാനീയത്തിലേക്കുള്ള തിരിച്ചുപോക്ക് ഇന്ത്യൻ ഭരണഘടന ആണയിട്ടുറപ്പിക്കുന്ന നവീകരണവാദത്തിൻ്റെയും മതനിരപേക്ഷ ജനാധിപത്യത്തിൻ്റെയും അന്തസത്തയ്ക്ക് ഘടകവിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ.
ഇതിപ്പോൾ പറയാൻ കാരണം എന്താണ്? ഇന്ത്യൻ ഭരണഘടന ആണയിട്ടുറപ്പിക്കുന്ന നവീകരണവാദം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ആ 3 പ്രധാനപ്പെട്ട ആശയങ്ങളെ ബ്രാഹ്മണിക്കൽ ആശയങ്ങൾ കൊണ്ട് തകർക്കാനാണ് ആര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രാഹ്മണ്യ ശക്തികൾ നിരന്തരം ഇന്ത്യയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ആശയങ്ങൾക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൈവന്നിട്ടുള്ള ഒരു സാംസ്കാരിക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഏറ്റവും പ്രധാനം വിവേകാനന്ദൻ്റെ ആര്യവംശ സിദ്ധാന്തത്തിലൂടെയാണ്. വിവേകാനന്ദൻ ഒരു ആര്യവംശീയ സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. ആ ആര്യവംശ സിദ്ധാന്തം അടിസ്ഥാനപരമായി നമ്മുടെ സമൂഹത്തിലുള്ള സഹജമായ സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തെ സമ്പൂർണമായി തകർക്കുന്ന ഒന്നാണ്. ഒരു ഉദാഹരണം മാത്രം അതിലേക്കായിട്ട് പറയാം. ആര്യൻ രക്തം ലഭിക്കുന്നത് വരെ ഒരു വംശവും നാഗരികമാവുകയില്ല. നാഗരികത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനാവുകയില്ല. ഒരു വംശം ശരിക്കും നാഗരികരാകുന്നതിന് ആര്യന്മാർ രക്തം നൽകേണ്ട ആവശ്യമാണുള്ളത് എന്ന് വിവേകാനന്ദൻ ആര്യൻ വംശീയവാദം പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹിക സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാതി എന്ന് പറഞ്ഞതിലൂടെ വിവേകാനന്ദൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തിനാണ് സമ്പൂർണമായ കടക്കൽ കത്തിവെക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മുസ്ലിം ഭരണകാലത്ത് ഇന്ത്യയുടെ പുരോഗതി നിലച്ചു, പുരോഗതിയുടെ ചോദ്യമേ ഉദിച്ചിരുന്നില്ല എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ്, ഇന്ത്യ തകർന്നത് നിങ്ങൾ ജാതിയെ തഴയുകയും ഇല്ലാതാക്കുകയും ചെയ്തതുകൊണ്ടാണ്. ജാതിക്ക് അതിൻ്റെ സ്ഥാനം നൽകുക, ജാതിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും തകർക്കുക, എങ്കിൽ നാം വീണ്ടും ഉയരും എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. വിവേകാനന്ദൻ വലിയ വിപ്ലവകാരിയാണെന്നാണ് കേരളത്തിലെ പുരോഗമന കക്ഷികളെല്ലാം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ജാതി വ്യവസ്ഥ ഈശ്വരൻ നൽകിയ വരദാനമാണെന്ന് പറഞ്ഞ വിവേകാനന്ദൻ അടിസ്ഥാനപരമായി നാരായണ ഗുരുസ്വാമികളും ഡോക്ടർ ബി ആർ അംബേദ്കറും സഹോദരൻ അയ്യപ്പനും ഉയർത്തിപ്പിടിച്ച സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തിൻ്റെ കടക്കലാണ് വിവേകാനന്ദ ദർശനം കത്തിവെക്കുന്നത്. സഹോദര ദിന ഗാനത്തിൽ സഹോദരൻ അയ്യപ്പൻ എഴുതി, പുലയരും ബ്രാഹ്മണരും കരത്തോട് കരം കോർത്ത് സമതയിൽ നടക്കേണ്ടും കാലമായല്ലോ, ജാതിഭേദം കൊണ്ടധിക ഖേദമുള്ള സഹചരെ സ്വാതന്ത്ര്യാർത്ഥം നിങ്ങളെല്ലാം ഒത്തുചേരുവിൻ. ഇതാണ് മനുജന്യക സർവത്തെയും ഒരുമാതിരി കാൺമാൻ കഴിവേകിലും അതുപോലും അവനുൽഗതി നേടാൻ നിഗമങ്ങൾ തിരഞ്ഞെന്തിനു വലയുന്നിത് മൂടർ സമഭാവനയല്ലോ ഗതി സമഭാവന ശരണം എന്നുകൂടി അയ്യപ്പൻ എഴുതി. അയ്യപ്പൻ മിശ്രവിവാഹ ഗാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, സന്ധ്യജിപ്പിൻ ജാതി നിങ്ങൾ സന്ധ്യജിപ്പിൻ സഹജാതരെ സംയോജിപ്പിൻ നമ്മളെല്ലാം ഏകമാനുഷം. ജാതി ചൊല്ലി മതം ചൊല്ലി ദേശം ചൊല്ലി നിറം ചൊല്ലി മാനുഷത്തെ തുണ്ടുതുണ്ടായി മുറിച്ചിടായ്വിൻ. മമതകൾ സൗഹൃദങ്ങൾ പ്രണയങ്ങൾ വിവാഹങ്ങൾ ചെറുചതു ജാതി മതവൃത്തങ്ങളുടെ അതിരുകൾ അതിലംഘിച്ചുളവാകും സ്ഥിതി വന്ന് ഒരു ജാതി മതാദർശം വെല്ലുവതാകുക എന്ന് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വെച്ചു. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു വെച്ച ഈ സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തിലാണ് യഥാർത്ഥത്തിൽ മൈത്രിയും ജനാധിപത്യവും കുടികൊള്ളുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗുരുസ്വാമികൾ ആത്മോപദേശതകത്തിൽ ഇങ്ങനെ എഴുതി, നയമതിനാലെ നരന്നു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം. ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചത്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പോൾ സാഹോദര്യം എന്ന് പറയുന്ന ആശയം കേവലമായി നിർമ്മിക്കപ്പെട്ട ഒന്നല്ല, അത് ധാരാളം പണിയെടുത്ത് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. കേരളത്തെ സംബന്ധിച്ചുള്ള സാംസ്കാരിക ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ ബ്രിട്ടീഷ് മിഷണറിമാരുടെയും മുസ്ലിങ്ങളുടെയും മുഹമ്മദ് മതത്തിൻ്റെയൊക്കെ തുടർച്ചയായ ഇടപെടലുകളുടെ ഫലമായിട്ട് കൂടിയാണ് നമ്മളൊരു സാഹോദര്യ സമൂഹമായിട്ട് നിലനിൽക്കുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കേരളം ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണെന്നാണല്ലോ കരുതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കേരളം ഒരു സെക്കുലർ സ്റ്റേറ്റായിട്ട് നിലനിൽക്കുന്നത്? അത് മറ്റൊരു കാരണത്താലുമല്ല, അത് ബഹുഭൂരിപക്ഷം വരും ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ളത് കൊണ്ടാണ് കേരളം ഒരു സെക്കുലർ സ്റ്റേറ്റായിട്ട് നിലനിൽക്കുന്നത്. അല്ലാതെ കേരളത്തിലെ സവർണരെല്ലാം വിപ്ലവകാരികളായതുകൊണ്ടല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്.
കേരളത്തിൽ ഇങ്ങനെയൊരു സാമൂഹ്യ മനോഭാവത്തിൽ പ്രവർത്തിച്ച ഒരുപിടി മഹാന്മാരുടെ ജന്മം കൊണ്ട് പരിഭൂതമായതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇന്നും സാഹോദര്യം എന്ന് പറയുന്ന ആശയം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പരമത വിദ്വേഷവും വെറുപ്പിൻ്റെ രാഷ്ട്രീയവും അഗാധമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക ലോകത്ത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ രാഷ്ട്രീയ ദൗത്യമാണ് എന്നുള്ളതാണ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ നാരായണ ഗുരുസ്വാമികൾ കടക്കാവൂർ എന്ന് പറയുന്ന സ്ഥലത്തൂടെ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു മുസ്ലിം വനിത ഗുരുവിനെ കണ്ടുകൊണ്ട് വീടിന് പുറത്തേക്ക് വന്നു. ഗുരുസ്വാമികൾ അവരോട് കുശലപ്രശ്നം നടത്തി. ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ഗുരുസ്വാമികൾ ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ അവധൂത കാലത്ത് നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ. നമ്മുടെ അവധൂത കാലത്ത് നമുക്കേറെ പുട്ടും മീൻകറിയും നൽകിയവരാണവർ എന്നാണ് ഗുരു പറഞ്ഞത്. ഇതാണ് സാഹോദര്യത്തിൻ്റെ സഹജമായ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു സംസ്കാരം. നാം മുക്കുവരോടൊപ്പം കഴിയുകയും നാം മുസ്ലിങ്ങളോടൊപ്പം കഴിയുകയും അവരുടെ കുട്ടികൾക്ക് ചോറുവാരി കൊടുക്കുകയും ചെയ്ത സഹജമായ സാഹോദര്യത്തിൻ്റെ ചരിത്രം ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്ന് എത്രയോ തവണ നാം ഉദീരണം ചെയ്ത് കേട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ഗുരുവിൻ്റെ ആ വാക്കുകൾ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സാഹോദര്യത്തിൻ്റെ ചരിത്രം കേരളത്തിലേക്ക് പ്രക്ഷേപിക്കപ്പെട്ടതിൽ ബൈബിളിൻ്റെ പങ്കും നിസ്സീമമാണ് എന്നുള്ളതാണ്. കാരണം കേരളത്തെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ബൈബിളാണ്. ബൈബിളിൻ്റെ ആ പുസ്തകത്തിലൂടെയാണ് സാഹോദര്യം എന്ന് പറയുന്ന ആശയം കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങിച്ചെന്നത്. അല്ലാതെ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ടോ രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടോ മഹാഭാരതമോ അല്ല സാഹോദര്യം എന്ന് പറയുന്ന ആശയം നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപരിപ്പിച്ചത് എന്നുള്ളതാണ് നാം ഇന്ന് ഓർക്കേണ്ടത്. പിൽക്കാലത്ത് ഈ സാഹോദര്യം എന്ന് പറയുന്ന ആശയത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയത് മറ്റാരുമായിരുന്നില്ല, അത് നാരായണ ഗുരുസ്വാമികളും സഹോദരൻ അയ്യപ്പനും പൊയ്കയിൽ അപ്പച്ചനും മഹാത്മായ്യങ്കാളിയും കാവാലിക്കുളം കണ്ടൻ കുമാരനും അടങ്ങുന്ന അടിത്തട്ട് സമുദായത്തിൻ്റെ പ്രതിനിധികൾ, അടിത്തട്ട് സമുദായത്തിൽ നിന്ന് ഉജ്ജ്വലമായി ഉയർന്നു വന്ന പ്രതിഭാശാലികൾ, മഹാമനീഷികളാണ് സാഹോദര്യം എന്ന് പറയുന്ന ഉജ്ജ്വലമായ ആശയത്തെ ഉയർത്തിപ്പിടിച്ചത്. കാരണം അവർ ഡോക്ടർ ബി ആർ അംബേദ്കർ തിരിച്ചറിഞ്ഞതുപോലെ, സഹോദരൻ അയ്യപ്പൻ തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിഞ്ഞു, കേരള സമൂഹം ആകമാനം പുരോഗതിയിലേക്ക് നടന്നെടുക്കണമെങ്കിൽ എന്തു വേണം? അവശ്യ സമുദായങ്ങൾ അവർക്ക് സാഹോദര്യം സഹജമായ ഒരു വ്യവസ്ഥിതിയായിട്ട് മാറണം. സാഹോദര്യം എന്ന് പറയുന്നത് എന്താണ്? സാഹോദര്യം എന്ന് പറയുന്നത് സവർണറുടെ, ഗാന്ധി കണ്ടതുപോലെ സവർണറുടെ മനപരിവർത്തനത്തിൽ നിന്ന് ഉളവാകുന്നതല്ല. അത് അംബേദ്കർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാൻ സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അത് വെള്ളക്കാർ കറുത്ത വർഗക്കാരെ സഹായിച്ചതുപോലെ ഞങ്ങളുടെ പോരാട്ടത്തിൽ സഹായിച്ചാൽ മാത്രം മതി, പിന്തുണ നൽകിയാൽ മാത്രം മതി എന്നാണ്. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ഇന്ത്യയിലെ സവർണറുടെ, കേരളത്തിലെ സവർണ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട, പകരം ഞങ്ങളുടെ വഴിയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ വലിയ കല്ലും വലിയ തടിയും എടുത്തു മാറ്റിയാൽ മാത്രം മതിയെന്നാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞത്. ആ അയ്യപ്പൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ തസ്തികയിൽ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ നിങ്ങൾ വെക്കുന്ന കല്ലും തടിയും ഇനി മേലാൽ വെക്കരുത്, പകരം ഞങ്ങളുടെ കുട്ടികൾ വളരെ ഈസി ആയിട്ട് വാക്കോവർ നടത്തിക്കോളാം, പക്ഷെ നിങ്ങൾ വലിയ പിന്തുണയൊന്നും നൽകണ്ട, ഇത്രമാത്രം ചെയ്താൽ മതി. വളരെ കൃത്യമായിട്ട് സംവരണം പോലെയുള്ള ജനാധിപത്യ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സാഹോദര്യ മനോഭാവം വേണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ, കേരളത്തിലെ ദളിതരോട്, ആദിവാസികളോട്, പിന്നോക്കക്കാരോട് കേരളത്തിലെ ഭരണകൂടത്തിന് മമതയില്ലാത്തത്? കേരളത്തിലെ ഭരണകൂടത്തിന്, ഇന്ത്യയിലെ ഭരണകൂടത്തിന് അവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. കേരളത്തിലെ, ഇന്ത്യയിലെ ഭരണകൂടത്തിന് ദളിതരും ആദിവാസികളും സഹോദരരല്ല, അവരെ സഹോദരരായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അവരെ സഹോദരരായി കാണുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ് അടിസ്ഥാനപരമായ പോരാട്ടത്തിൻ്റെ ഏറ്റവും മുന്നുപാധിയായിട്ട് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സാഹോദര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു സേഫ് ഗാർഡാണ് എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ സ്വാതന്ത്ര്യവും സമത്വവും നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? സാഹോദര്യം വേണം.
അത് മുസ്ലിങ്ങൾക്ക് ദളിതരോടുണ്ടാകേണ്ടത് ഔദാര്യമല്ല, അതീ പറഞ്ഞ സാഹോദര്യ മനോഭാവമാണ്. ദളിതർക്ക് മുസ്ലിങ്ങളും മുസ്ലിങ്ങൾക്ക് ദളിതരോടും മറ്റ് വിഭിന്ന ജാതി സമുദായങ്ങൾക്കും പരസ്പരം വേണ്ടത് എന്താണ്? സാഹോദര്യമാണ്. അത് ഇന്ത്യൻ സമൂഹ സങ്കല്പത്തിലുള്ള ദാനവും ഔദാര്യവുമല്ല, തുല്യതയിൽ മാത്രമേ സാഹോദര്യം നിലനിൽക്കത്തുള്ളൂ. സാഹോദര്യം മുകളിൽ നിന്ന് താഴോട്ടൊഴുകുന്നതല്ല. സാഹോദര്യം എന്ന് പറഞ്ഞാൽ സഹജമായ ഭാവമാണ്. അത് തുല്യതയുള്ള തുല്യ മനോഭാവമുള്ള രണ്ട് മനുഷ്യർക്കിടയിൽ മാത്രമേ എന്ത് നിലനിൽക്കത്തുള്ളൂ? സാഹോദര്യം നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് സാഹോദര്യം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? തുല്യത വേണം. അപ്പോൾ തുല്യതയും സാഹോദര്യവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. ഡോക്ടർ BR അംബേദ്കറിൻ്റെ, നാരായണ ഗുരുസ്വാമികളുടെ, പൊയ്കയിലപ്പച്ചൻ്റെ മഹത്തായ ജീവിതത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും ആടയാഭരണങ്ങളായ ആളുകൾ കൊണ്ടു നടക്കുന്ന കാലത്ത് സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വിപ്ലവാത്മകമായ കവിസൂക്തികളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ ധാർമ്മികതയെ ശാക്തീകരിക്കുന്നതിലൂടെ മാത്രമേ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ നമുക്ക് തടയിടുവാൻ കഴിയൂ എന്ന് ഏറെ വിനയത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ശ്രീ CT സുകുമാരൻ IASൻ്റെ ഓർമ്മകൾക്ക് മുമ്പ് വിനീതമായ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ വൈകിയ വേളയിലും എന്നെ ശ്രവിച്ച എല്ലാവർക്കും, എൻ്റെ ആത്മസഹോദരങ്ങൾക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.